ഇറാൻ സൈന്യത്തിന്റെ കരുത്തായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയായ സജ്ജാൻ പ്രവിശ്യയിൽ നടത്തിയ വൻതോതിലുള്ള സ്ഫോടക വസ്തു നിർവീരീകരണ ദൗത്യത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. മേഖലയിൽ അടുത്തിടെയുണ്ടായ അമേരിക്കൻ ഇസ്രയേൽ വ്യോമാക്രമണങ്ങളെ തുടർന്ന് പൊട്ടിത്തെറിക്കാതെ അവശേഷിച്ച മാരകമായ ആയുധശേഖരമാണ് IRGC വിദഗ്ധ സംഘം കണ്ടെത്തി നശിപ്പിച്ചത്. ഇറാൻ മണ്ണിൽ പതിച്ച പാശ്ചാത്യ നിർമ്മിത ആയുധങ്ങളുടെ സാങ്കേതിക വിവരങ്ങളും അളവും പുറത്തു വന്നത് ആഗോള സൈനിക നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സജ്ജാൻ പ്രവിശ്യയിലെ ജനവാസ മേഖലകളിലും തന്ത്രപ്രധാനമായ ഇടങ്ങളിലും പടർന്നു കിടന്നിരുന്ന ആയിരക്കണക്കിന് സ്ഫോടക വസ്തുക്കളാണ് IRGCയുടെ സ്പെഷ്യലൈസ്ഡ് ടീമുകൾ കണ്ടെത്തിയത്. യുദ്ധാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന ദൗത്യത്തിനിടെ 9500-ലധികം ചെറുകിട ബോംബുകളാണ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. ക്ലസ്റ്റർ ബോംബറുകളിൽ നിന്ന് പുറത്തുവരുന്ന ഇത്തരം ചെറു ബോംബുകൾ വർഷങ്ങൾ കഴിഞ്ഞാലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളവയാണെന്നത് വലിയൊരു ഭീഷണിയായിരുന്നു. ചെറുകിട ബോംബുകൾക്ക് പുറമെ 52 റോക്കറ്റുകളും നിരവധി മിസൈലുകളും ഈ തിരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആയുധങ്ങൾ പലതും അതീവ പ്രഹരശേഷിയുള്ളവയും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടവയുമാണ്. ആക്രമണ സമയത്ത് ലക്ഷ്യം കാണാതെ പോയതോ അല്ലെങ്കിൽ സാങ്കേതിക കാരണങ്ങളാൽ പൊട്ടിത്തെറിക്കാതിരുന്നതോ ആയ ഈ ആയുധങ്ങൾ ഇറാന്റെ സുരക്ഷാ വിഭാഗത്തിന് വലിയൊരു തലവേദനയായിരുന്നു. എന്നാൽ ഈ കണ്ടെത്തലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് അമേരിക്കയുടെ ഏറ്റവും മാരകമായ ആയുധങ്ങളിലൊന്നായ GBU-57 ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ സാന്നിധ്യമാണ്. ഭൂമിക്കടിയിലെ അതീവ സുരക്ഷാ കേന്ദ്രങ്ങൾ തകർക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഭീമൻ ബോംബുകളാണിവ. കിലോമീറ്ററുകളോളം ആഴത്തിൽ തുളച്ചുകയറി ലക്ഷ്യസ്ഥാനം തകർക്കാൻ ശേഷിയുള്ള ഈ ആയുധങ്ങൾ ഇറാന്റെ പക്കലെത്തിയത് അമേരിക്കൻ സൈനിക വൃത്തങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ സൈനിക കരുത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ബങ്കർ ബസ്റ്ററുകൾ പൊട്ടിത്തെറിക്കാത്ത അവസ്ഥയിൽ ഇറാൻ സൈന്യത്തിന് ലഭിച്ചുവെന്നത് വലിയൊരു നയതന്ത്ര സൈനിക തിരിച്ചടിയാണ്. ഈ ആയുധങ്ങളുടെ സാങ്കേതിക വിദ്യ പഠിക്കാനും അതുവഴി പാശ്ചാത്യ ആയുധങ്ങളെ പ്രതിരോധിക്കാനുള്ള പുതിയ സംവിധാനങ്ങൾ വികസിപ്പിക്കാനും ഇറാന് ഇതിലൂടെ സാധിച്ചേക്കാം. ഇതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഇതിനകം തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. സജ്ജാൻ പ്രവിശ്യയിലെ മണ്ണ് ഇപ്പോൾ സ്ഫോടക വസ്തുക്കളിൽ നിന്ന് മുക്തമാണെന്ന് IRGC പ്രഖ്യാപിച്ചു. എങ്കിലും പർവ്വത മേഖലകളിൽ ഇനിയും ചെറിയ തോതിലുള്ള അവശിഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നിരീക്ഷണം തുടരുകയാണ്. പ്രദേശത്തെ കർഷകർക്കും ഇടയന്മാർക്കും ഇത് സംബന്ധിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സംഘർഷഭരിതമാക്കും. സ്വന്തം ആയുധങ്ങൾ ശത്രുവിന്റെ കൈകളിൽ എത്തിയത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇറാൻ നടത്താൻ സാധ്യതയുള്ള പ്രത്യാക്രമണങ്ങളെ എങ്ങനെ നേരിടുമെന്നത് പെന്റഗണിന് വലിയ വെല്ലുവിളിയാകും. അതേസമയം റഷ്യയും ചൈനയും ഇറാന്റെ ഈ ആയുധ ശേഖരത്തെക്കുറിച്ചുള്ള വിവരങ്ങളിൽ അതീവ താല്പര്യം കാണിക്കുന്നുണ്ട്. പാശ്ചാത്യ ആയുധങ്ങളുടെ കരുത്തും ബലഹീനതയും മനസ്സിലാക്കാൻ ഇറാനുമായി ഈ രാജ്യങ്ങൾ സഹകരിച്ചേക്കാം. ആഗോളതലത്തിൽ പാശ്ചാത്യ വിരുദ്ധ ചേരിക്ക് ഈ സംഭവം വലിയൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. ആയിരക്കണക്കിന് ബോംബ്ലെറ്റുകൾ നിർവീര്യമാക്കിയത് വലിയൊരു പാരിസ്ഥിതിക ദുരന്തം ഒഴിവാക്കാനും സഹായിച്ചിട്ടുണ്ട്. ഈ സ്ഫോടക വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ മണ്ണിലും ജലത്തിലും കലരുന്നത് തടയാൻ കഴിഞ്ഞു എന്നത് പ്രവിശ്യയുടെ ആരോഗ്യ മേഖലയ്ക്കും ആശ്വാസകരമാണ്. സൈന്യത്തിന്റെ കൃത്യസമയത്തെ ഇടപെടൽ വലിയൊരു വിപത്താണ് ഒഴിവാക്കിയത്. ഇറാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. തങ്ങളുടെ സൈന്യം ശത്രുക്കളുടെ ആയുധങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നുവെന്നും അപകടകാരിയായ വസ്തുക്കൾ സുരക്ഷിതമായി നീക്കം ചെയ്യുന്നുവെന്നും അറിയുന്നത് ജനങ്ങളിൽ സുരക്ഷിത ബോധം വർദ്ധിപ്പിക്കും. IRGCയുടെ പ്രതിച്ഛായ ഇതിലൂടെ കൂടുതൽ മെച്ചപ്പെടുകയാണ്. മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഇറാൻ വലിയ അനുഭവ സമ്പത്താണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത്തരം ദൗത്യങ്ങൾ എങ്ങനെ പൂർത്തിയാക്കാം എന്നതിന് സജ്ജാൻ ഒരു മാതൃകയായി മാറി. ഇറാന്റെ മറ്റു പ്രവിശ്യകളിലും സമാനമായ തിരച്ചിലുകൾ നടക്കുന്നുണ്ടെന്നാണ് സൂചന. അമേരിക്കയുടെ GBU-57 ബോംബുകൾ നിർവീര്യമാക്കിയ ദൃശ്യങ്ങൾ ഇറാൻ ഔദ്യോഗിക ചാനലുകൾ വഴി പുറത്തുവിടാനും സാധ്യതയുണ്ട്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു പ്രചരണായുധമായി മാറാൻ ഇടയുണ്ട്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സൈനിക ശേഷിയെക്കുറിച്ചുള്ള ലോകത്തിന്റെ ധാരണ തിരുത്താനാണ് ഇറാൻ ഇതിലൂടെ ശ്രമിക്കുന്നത്. GBU സീരീസിലുള്ള ബോംബുകൾ സാധാരണയായി B2 സ്പിരിറ്റ് പോലുള്ള സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളിലാണ് വഹിക്കുന്നത്.
അതുകൊണ്ട് തന്നെ സജ്ജാനിൽ ഈ ബോംബുകൾ എത്തിയത് വ്യോമാതിർത്തി ലംഘിച്ചുള്ള വലിയൊരു ആക്രമണ ശ്രമം നടന്നുവെന്നതിന് തെളിവാണ്. ഈ വ്യോമാക്രമണങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ പരാതി നൽകാൻ ഇറാൻ ഒരുങ്ങുകയാണ്. ആയുധങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണും മറ്റവശിഷ്ടങ്ങളും ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിഷവാതകങ്ങളോ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളോ ഈ ആയുധങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇസ്രായേൽ നിരോധിത ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം ഇറാൻ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ ഇറാൻ ഇപ്പോൾ ഒരു മേൽക്കൈ നേടിയിരിക്കുകയാണ്. ശത്രുക്കളുടെ പരാജയപ്പെട്ട ആയുധങ്ങൾ തന്നെ തങ്ങളുടെ വിജയത്തിന്റെ അടയാളമായി അവർ ലോകത്തിനു മുന്നിൽ കാണിക്കുന്നു. ഈ ആയുധശേഖരം ഇറാന്റെ സൈനിക മ്യൂസിയങ്ങളിൽ പ്രദർശിപ്പിക്കാനും സാധ്യതയുണ്ട്. ലേഖനം അവസാനിക്കുമ്പോൾ സജ്ജാൻ പ്രവിശ്യയിലെ ഈ ദൗത്യം ഇറാന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. മാരകമായ 9,000-ത്തിലധികം ആയുധങ്ങൾ നീക്കം ചെയ്തതിലൂടെ സേന തങ്ങളുടെ കടമ പൂർത്തിയാക്കി. എന്നാൽ കൈക്കലാക്കിയ അമേരിക്കൻ ആയുധങ്ങൾ ഭാവിയിൽ ഇറാൻ എങ്ങനെ ഉപയോഗിക്കുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്ന പ്രധാന കാര്യം. അമേരിക്കൻ സഖ്യകക്ഷികൾ ഈ വാർത്തയോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എങ്കിലും സൈനിക കേന്ദ്രങ്ങൾക്കുള്ളിൽ ഈ സംഭവം വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. തങ്ങളുടെ യുദ്ധതന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ അമേരിക്ക നിർബന്ധിതമാക്കും. പശ്ചിമേഷ്യൻ യുദ്ധക്കളം പുതിയൊരു ആയുധ മത്സരത്തിന് കൂടി സാക്ഷ്യം വഹിക്കാൻ പോകുന്നുവെന്ന് ഉറപ്പാണ്. ഇറാന്റെ സുരക്ഷാ സജ്ജീകരണങ്ങൾ കൂടുതൽ കർക്കശമാകുന്നതിന്റെ ഭാഗമായി സജാനിൽ പ്രത്യേക സൈനിക വിഭാഗത്തെ സ്ഥിരമായി വിന്യസിച്ചേക്കാം. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അത് നേരിടാൻ പ്രവിശ്യ ഇപ്പോൾ കൂടുതൽ സജ്ജമാണ്. സമാധാനത്തിനായുള്ള കാത്തിരിപ്പിനിടയിലും യുദ്ധത്തിന്റെ അവശേഷിപ്പുകൾ നീക്കം ചെയ്യുന്ന ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. വലിയൊരു ദുരന്തത്തിൽ നിന്ന് സജ്ജാൻ രക്ഷപ്പെട്ടുവെന്ന് നമുക്ക് ആശ്വസിക്കാം. സൈന്യത്തിന്റെ ജാഗ്രത അവിടെ ഒരു പുത്തൻ പുലരിക്ക് വഴി തുറന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ.